കാട്ടുതേക്കിൽ കൂടെ എന്ന സീരിയലിൽ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷ് ഏട്ടൻ്റെ വിവാഹമാണ് ആ വീട്ടിലെ ഇപ്പോഴത്തെ ചർച്ച. സുഭാഷിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണമെന്ന ആഗ്രഹത്തിലാണ് സുഭാഷിൻ്റെ ഓരോ അനിയന്മാരും. അതിനുവേണ്ടി ഒരുപാട് ആലോചനകൾ അവർ മുൻനിർത്തുന്നുണ്ട് സുഭാഷിൻ്റെ മുന്നിൽ. എന്നാൽ പക്ഷേ അതിനൊന്നും സുഭാഷ് തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. കാരണം തൻ്റെ ജീവിതത്തിൽ വന്ന മറ്റുള്ള പല ആലോചനകളും വിവാഹവുമെല്ലാം മുടങ്ങിപ്പോയതിൻ്റെ വിഷമം സുഭാഷിന് നല്ലതുപോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തിന് ഇനി തയ്യാറാകാവുന്നത് വളരെ വിഷമം പിടിക്കുന്ന ഒരു കാര്യമാണെന്നാണ് സുഭാഷ് വിചാരിക്കുന്നത്. കാരണം ഇനിയും തൻ്റെ ജീവിതത്തിൽ അതുപോലുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തനിക്ക് താങ്ങാൻ കഴിയില്ല എന്നായിരുന്നു സുഭാഷിൻ്റെ ചിന്താഗതി. അതുകൊണ്ട് തന്നെ തൻ്റെ അനുജന്മാർ തന്നോട് കാണിക്കുന്ന സ്നേഹവും സുഭാഷിന് മനസ്സിലാകാതിരിക്കുന്നില്ല. കാരണം അവർക്കും അവരുടേതായ ജീവിതങ്ങളുണ്ടല്ലോ. എന്നാൽ തനിക്ക് വേണ്ടി അവരെല്ലാവരും ഇത്ര കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സുഭാഷിന് വല്ലാതെ വിഷമമാവുന്നുണ്ട്. ഹരീഷ് പോലും നീതുവിനോടുള്ള കല്യാണം ഇപ്പോൾ വേണ്ടാന്ന് വെച്ചതും തന്നോടുള്ള സ്നേഹത്തിൻ്റെ മേലാണെന്ന് സുഭാഷിന് നന്നായി അറിയാം. അത്രമേൽ കൊതിച്ചിരുന്ന ആ വിവാഹത്തിന് പോലും ഹരീഷ് ഇപ്പോൾ തയ്യാറാകുന്നില്ലെങ്കിൽ അത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് സുഭാഷിന് മനസ്സിലായി. അവരോടൊക്കെ സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങളാരും എൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്കായി ഏതെങ്കിലും ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞായാലും എൻ്റെ അരികിലോട്ട് വരുമെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എൻ്റെ കാര്യത്തിൽ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്നായിരുന്നു സുഭാഷിൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരം. അങ്ങനെയിരിക്കെയായിരുന്നു ഒരു ദിവസം നീതുവിൻ്റെ വീട്ടിൽ ശക്തമായ അവരുടെ താക്കീതും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീതുവിൻ്റെ കാര്യത്തിൽ വീട്ടുകാരെല്ലാവരും ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ നീതുവിൻ്റെ വിവാഹം നടത്തണമെന്നുള്ളത്. ഹരീഷുമായുള്ള ബന്ധം ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തവരായിരുന്നല്ലോ നീതുവിൻ്റെ വീട്ടുകാർ. അതുകൊണ്ട് തന്നെ നീതുവിനെ മറ്റൊരാളുമായി വിവാഹം കഴിപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അത് മനസ്സിലാക്കിയ നീതു ഉടനെ തന്നെ ഹരീഷിനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. പലതവണ നീതു വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചെങ്കിലും അന്നത്തേതുപോലെ ആയിരുന്നില്ല പിന്നീടുള്ള തൻ്റെ ജീവിതം. കാരണം ഹരീഷിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും നീതുവിന് കിട്ടിയിരുന്നില്ല. തൻ്റെ ചേട്ടൻ്റെ വിവാഹം കഴിയട്ടെ എന്നായിരുന്നു ഹരീഷ് പറഞ്ഞത്. അതും മനസ്സിൽ വിചാരിച്ച് തന്നെയായിരുന്നു ഹരീഷിന് വേണ്ടി നീതു തൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ഹരീഷിന് വേണ്ടി കാത്തുനിന്നത്. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു കുറച്ച് ദിവസം നീതു. പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വീട്ടുകാർ താൻ എങ്ങനെയെങ്കിലും തൻ്റെ മകളെ എത്രയും പെട്ടെന്ന് മറ്റൊരാൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കണമെന്നുള്ള ഉറച്ച നിശ്ചയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പിടിച്ച പിടി തന്നെയായിരുന്നു നീതുവിനെ ആ സമയത്ത് അവരുടെ വീട്ടുകാരെല്ലാവരും പിടിച്ചത്. നീതുവിന് പെട്ടെന്നൊന്നും അതിൽ നിന്ന് ഊരാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഹരീഷിനുമായുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നുള്ള വിചാരത്തിൽ നീതു ഹരീഷിനെ വിളിച്ചത്. ഹരീഷിൻ്റെ ഫോണിലോട്ട് നീതു വിളിച്ചപ്പോൾ ഹരീഷ് ഉടനെ തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. സാധാരണ പോലെ തന്നെ നീതുവിനോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. എന്നാൽ നീതുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരങ്ങളെല്ലാം വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു. കാരണം എനിക്ക് നിന്നെ ഇത്രയും പെട്ടെന്ന് നിൻ്റെ ഭാര്യയാവണം ഹരീഷ്. ഞാൻ ഇനിവിടെ നിന്ന് ശരിയാകില്ല. നമ്മൾ തമ്മിൽ പിരിക്കാൻ വേണ്ടി വീട്ടുകാരെന്തായാലും അതിന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണം മറ്റൊരാളുമായി ഉറപ്പിച്ചേക്കുക. ഉറപ്പിച്ച പയ്യനാണെങ്കിലും എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരന്. എൻ്റെയും നിൻ്റെയും എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പിടിച്ച പിടിയാ എന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ ഭാര്യയാകണമെന്നായിരുന്നു നീതുവിൻ്റെ സംസാരം. നീതു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പെട്ടെന്ന് നമ്മുടെ വിവാഹമെന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവാനാ? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, നീ എൻ്റെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന്. എനിക്ക് എൻ്റെ ജീവിതത്തെക്കാളും ഏറ്റവും വലുതാ സുഭാഷ് ഏട്ടൻ്റെ ജീവിതം.
സുഭാഷ് ചേട്ടനൊരു ഭാര്യയായി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ വിവാഹത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുള്ളൂ. അത് ഞാൻ ആദ്യമേ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ നീതു. എന്നിട്ടല്ലേ നിന്നെ ഞാൻ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നാക്കിയത്. പിന്നീട് ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും നീ എന്നോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ഈ കാര്യം നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ളതല്ലേ സുഭാഷ് ചേട്ടൻ്റെ കാര്യം. അതുകൊണ്ട് നീ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. സുഭാഷ് ചേട്ടൻ്റെ ജീവിതം കഴിഞ്ഞിട്ടേ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കൂ. അങ്ങനെയായിരുന്നു നീതുവിനോട് ഹരീഷിൻ്റെ പ്രതികരണം. തൻ്റെ വേദനകളൊന്നും മനസ്സിലാക്കാതെ ഹരീഷ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നീതുവിനത് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. കാരണം താൻ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാൾ തന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ഇപ്പോഴും തൻ്റെ ചേട്ടനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അത് നീതുവിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ നീതു വല്ലാതെ ഹരീഷിനെ ചീത്ത പറയുന്നുണ്ട്. കാരണം എടാ, നിനക്ക് എത്രയും വലുത് ഞാനല്ലേ. നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ച് നിന്നെ മാത്രം മതിയെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാരോട് പോലും തല്ലിട്ട് വഴക്കിട്ടൊക്കെ ഇത്രയും കാലം നിന്നത് നിന്നോടുള്ള അത്രമേൽ ഇഷ്ടം കൊണ്ടല്ലേ. എന്നിട്ട് നീ എന്താണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് എന്താണ് ഇപ്പോഴും ചേട്ടനാണോ വലുത്? ഞാൻ നിൻ്റെ മനസ്സിലൊരു തരി പോലും ഇടമില്ല എന്നല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? നീ പറയുന്നത് പോലെ എനിക്കുമില്ലേ ഒരു ചേട്ടനും അമ്മയും അച്ഛനും ഒക്കെ. അവരെക്കാളൊക്കെ എത്രയും വലുതാണെന്നറിയോ നീ എനിക്ക്. നിൻ്റെ സ്ഥാനം അത്രയ്ക്കും മേലായതുകൊണ്ട് തന്നെയാണ് നിന്നെ എനിക്കൊട്ടും പിരിയാൻ പറ്റാത്തത്. അതെന്താ ഹരീഷേ നീ മനസ്സിലാക്കാത്തത്? നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഞാൻ പറയുന്നതൊന്നും നീ മനസ്സിലാക്കുന്നീതു. കാരണം സുഭാഷ് ചേട്ടൻ്റെ മാനസികാവസ്ഥ അത് നിങ്ങൾക്കായിരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഒരുപാട് ആലോചനകൾ മുടങ്ങിപ്പോയപ്പോഴും സുഭാഷ് ചേട്ടൻ്റെ ജാതകത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് സുഭാഷ് ചേട്ടൻ ഈ വീട്ടിൽ നിന്ന് പോയ കാര്യം പോലും നിനക്കറിയാവുന്നതല്ലേ. അതൊക്കെ മറന്ന് ഞാൻ എങ്ങനെയാണ് നിന്നെ വിവാഹം കഴിക്കുന്നത്? അപ്പോൾ സുഭാഷ് ചേട്ടന് അത് താങ്ങാവുന്നതിനപ്പുറമായിരിക്കൂലേ. നീ എന്തൊക്കെയായി പറയുന്നത് ഹരീഷേ? സുഭാഷ് ചേട്ടന് വിഷമമാവുമെന്നോ? നിനക്കത് തോന്നൽ മാത്രമാ. സുഭാഷ് ചേട്ടന് നമ്മൾ തമ്മിൽ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുന്നതിൽ സന്തോഷം അത്രയ്ക്കുമുണ്ട്. അതെന്നോട് പറഞ്ഞിട്ടുമുള്ളതാ. ഈ വൈരാഗ്യം വെച്ചൊക്കെയുള്ള സംസാരം നീ മാത്രമാ പറയുന്നത്. ചേട്ടന്മാരോടുള്ളൊക്കെ സ്നേഹം എല്ലാവർക്കും ഉള്ളതല്ലേ. പക്ഷെ ഇങ്ങനെയുണ്ടോ? സ്വന്തം കാമുകിയെ മറന്ന് ചേട്ടനെ മാത്രം ഇത്രയ്ക്കും സ്നേഹിക്കാൻ മാത്രം ഞാൻ എന്താപ്പം നിൻ്റെ മനസ്സിലൊരു തരി പോലും ഇടമില്ലാത്തത്? നീതു, നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇത്രയും ഈ സുഭാഷ് ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണെങ്കിൽ അതിലൊരു കാര്യമുണ്ടാകുമെന്ന് നിനക്ക് മനസ്സിലാക്കിക്കൂടെ നീതു? കുറച്ചു നേരത്തെ തർക്കത്തിന് ശേഷം ഹരീഷ് നീതുവിൻ്റെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഫോണിലൂടെ ഹരീഷിൻ്റെ സംസാരം ഒട്ടും തന്നെ നീതുവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം തന്നോടുള്ള സ്നേഹത്തിന് ഒരിക്കൽ പോലും ഒരു വിലയും ഹരീഷ് നൽകുന്നില്ല എന്നതായിരുന്നു നീതുവിൻ്റെ ഉള്ളിലെ വിഷമം. തനിക്ക് തരേണ്ട ഒരു തരി വില പോലും തനിക്ക് തരാതെ അതെല്ലാം തൻ്റെ ചേട്ടന് മാത്രമാണ് കൊടുക്കുന്നതെന്നുള്ള ഹരീഷിൻ്റെ ആ ഒരു ബോധ്യം ഒരിക്കലും നീതുവിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഹരീഷിന് നീതുവിനോടുള്ള സ്നേഹം അത് മുഴുവനായും നീതുവിന് തന്നെ കിട്ടണമെന്നുള്ള പിടിവാശിയൊന്നും ഒരിക്കലും നീതു ഹരീഷിനോട് കാണിച്ചിട്ടില്ല. ഏട്ടന്മാരെയും അതുപോലെ തന്നെ സ്നേഹിക്കണമെന്ന് തന്നെയായിരുന്നു നീതുവും പറയാറ്. എങ്കിൽ പോലും ചില കാര്യങ്ങൾക്കെങ്കിലും തൻ്റെ ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമെന്നായിരുന്നു നീതുവിന് മനസ്സിലുണ്ടായ ആഗ്രഹം. നീതുവിനൊരാവശ്യം വന്നപ്പോൾ കൂടെ നിൽക്കേണ്ട ഹരീഷ് തൻ്റെ ചേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു എന്നതായിരുന്നു നീതുവിൻ്റെ പേടി. അതുകൊണ്ട് തന്നെ ഹരീഷിനെ പിന്നീട് വിളിക്കാൻ നീതു നിന്നില്ല. അതിനു പകരം വിളിച്ചത് ഹരീഷിൻ്റെ ഏടത്തിയമ്മയായ നിധിയെയായിരുന്നു. നിധി ആ സമയത്ത് അമ്പലത്തിലായിരുന്നു. ഇടയ്ക്കിടെ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുന്നത് നിധിയുടെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസവും നിധി അമ്പലത്തിൽ പോയ നേരത്തായിരുന്നു നീതുവിൻ്റെ കോള് നിധിയുടെ ഫോണിലോട്ട് വരുന്നത്. നിധി അമ്പലത്തിൽ പോയ നേരത്താണെങ്കിലോ അവിടെ സുനന്ദയും ഉണ്ടായിരുന്നു. സുനന്ദ കണ്ടപ്പോൾ തന്നെ നിധിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. വീട്ടിലെ വിശേഷങ്ങളും ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്.
അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു നീതുവിൻ്റെ ഫോൺ നിധിയുടെ ഫോണിലോട്ട് വരുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇത് നീതുവാണല്ലോ, എന്താണ് പെട്ടെന്ന് എൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സുനന്ദ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സുനന്ദ പറയുന്നുണ്ടായിരുന്നു, ഇത് ഹരീഷ് സ്നേഹിക്കുന്ന പെണ്ണല്ലേ നീതു? ആ അതെ, ഹരീഷിൻ്റെ പെണ്ണ. എന്നെ വിളിക്കാറൊന്നുമില്ല, എന്തു പറ്റിയെന്നാവോ? അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, കോളെടുക്ക്, മാറി നിന്ന് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ സീക്രട്ട് കാര്യങ്ങളൊന്നും ഞങ്ങൾ തമ്മിലൊന്നുമില്ല, എന്താണെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നീതുവിൻ്റെ ഫോൺ എടുക്കുന്നുണ്ട്. ഏട്ടത്തി എവിടെയാ? എനിക്ക് ഏട്ടത്തിയോടൊന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് വല്ലാത്ത വിഷമത്തിലും സങ്കടത്തിലുമായിരുന്നു നീതുവിൻ്റെ സംസാരം. നിധി അപ്പോൾ പെട്ടെന്ന് നീതു കരയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് കാര്യമെന്നറിയാത്തത് കൊണ്ട് തന്നെ നിധി പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. നീ എന്തെങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഏട്ടത്തി, ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏട്ടത്തി സത്യം പറയോ? നീ കാര്യം പറ. ഏട്ടത്തി, ഹരീഷ് എന്നോട് ചെയ്യുന്നത് ഇതൊക്കെ നല്ല കാര്യമാണോ? ഹരീഷ് നിന്നോട് എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ വിശദീകരിച്ച് പറയുന്ന നിധി നീതുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ നീതു പറയുന്നുണ്ട്, ഏട്ടത്തി, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഞാനത് വിളിച്ച് പറയേണ്ടത് ഹരീഷിനോടല്ലേ? അവനും കൂടിയല്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അവനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അവൻ കൂടി വേണ്ട ഇടപെടാൻ. അവനോട് ഓരോന്നും വിളിച്ച് പറയുമ്പോൾ അവൻ എന്നെ അവോയ്ഡ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാനെങ്ങനെയാണ് ഇടപെടുക എന്ന് നിധി നീതുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാനിതിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നീതു. നിങ്ങൾ തമ്മിലുള്ള കാര്യം നിങ്ങൾ തന്നെ സംസാരിച്ചാലല്ലേ തീരുള്ളൂ. ഏട്ടത്തി, സ്വന്തം ചേട്ടന്മാരോട് ഏറ്റവും കൂടുതൽ നന്നായി സ്നേഹം കാണിക്കുന്നതൊക്കെ നല്ലതാ. അവരെ കാര്യത്തിൽ ഇടപെടുന്നതും അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ശരി. പക്ഷേ അതിനു വേണ്ടി പ്രേമിക്കുന്ന എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്തിനാ ഹരീഷ്? അതിന് നീ എന്തൊക്കെയാ പറയുന്നത്? ആർക്ക് വേണ്ടിയാ ഇപ്പോൾ ഹരീഷ് നിന്നായിട്ട് തല്ലുപിടിച്ചത്? വേറെ ആർക്കും വേണ്ടിയല്ല, സുഭാഷേട്ടന് വേണ്ടിയാ. സുഭാഷേട്ടൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തിനാ തല്ലുപിടിക്കുന്നത് നീതു? അതിനൊരു കാരണമുണ്ട് ഏട്ടത്തി. എന്നാൽ നീ പറഞ്ഞ് വീണ്ടും നിധി കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നീതു പറയുന്നുണ്ട്, ഏട്ടത്തി, എൻ്റെ വീട്ടിൽ ഇവർ പിടിച്ച പിടിയാൽ നിർത്തിയേക്കുക എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ. എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. ഞാൻ ഹരീഷിനെ വിട്ടു പോകില്ല എന്ന് ഏട്ടത്തിക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് അവൻ്റെ ഒറ്റ പേര് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇനി എനിക്ക് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട ഞാൻ ഹരീഷിനെ വിളിച്ചത്. പക്ഷെ അവൻ എന്നോട് പറയുന്നത് എൻ്റെ സുഭാഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണത്തെക്കുറിച്ച് പോലും ആലോചിക്കുകയുള്ളൂ എന്നാ. ശരിയാ, ഈ കാരണം പറഞ്ഞിട്ട് തന്നെയാ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടും ഹരീഷ് എന്നെ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നാക്കിയത്. ഞാൻ എന്നിട്ടും ഹരീഷിൻ്റെ പേര് പറഞ്ഞ് ഇവരായിട്ട് തല്ലുപിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ. പക്ഷേ ഇത് കുറച്ച് പ്രശ്നം തന്നെയാണ്. കാരണം ചേട്ടൻ്റെ കൂട്ടുകാരന് എല്ലാ കാര്യങ്ങളും അറിയാം. ഹരീഷുമായുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാതും അറിഞ്ഞിട്ടു തന്നെയാണ് എന്നെ വിവാഹം കഴിക്കാൻ അയാൾ തയ്യാറായത്. അതുകൊണ്ട് തന്നെ എനിക്കിനി അയാളോടൊന്നും പറഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഹരീഷിനോട് പറഞ്ഞത്, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോവാൻ. ഹരീഷ് പക്ഷേ അതിനൊന്നും തയ്യാറാകുന്നില്ല. ചേച്ചി, ഞാൻ ചെയ്യണ്ടേ? ചേച്ചി തന്നെ ഒരു വഴി പറഞ്ഞതാ എന്ന് പറഞ്ഞ് നിധിയോട് അപേക്ഷിക്കുന്നുണ്ട് നീതു. നീതുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്ത് പറയണമെന്ന് നിധിക്കറിയില്ലായിരുന്നു. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം നിധി പറയുന്നുണ്ട്, നീ എന്തായാലും വിഷമിക്കാതിരിക്കും നീതു. ഞാൻ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് നിന്നെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് നീതുവിനെ സമാധാനിപ്പിച്ച് കൊണ്ട് നിധി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എന്തോ പന്തികേടുള്ളതുപോലെ സുനന്ദക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സുനന്ദ നിധിയോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം നിധിയുടെ മുഖമൊക്കെ മാറിയിരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് സുനന്ദ നിധിയോട് ചോദിക്കുന്നുണ്ട്.
നിധി അപ്പോൾ എല്ലാ കാര്യങ്ങളും സുനന്ദയോട് വിശദമായി പറയുന്നുണ്ട്. ഹരീഷിൻ്റെ സ്നേഹത്തിനെക്കുറിച്ചും നീതുവിൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഇപ്പോൾ നീതുവിന് മറ്റൊരാലോചന നടക്കുന്നതായും പക്ഷേ ഹരീഷ് ഇപ്പോൾ നീതുവിനെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുനന്ദ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഹരീഷിന് നീതുവിനെ വീട്ടിലോട്ടേക്ക് കൊണ്ടുവന്നൂടെ? അവർ വീട്ടുകാർ ഇത്ര പ്രശ്നത്തിലാണെങ്കിൽ തന്നെ അങ്ങനെ വല്ല വിവാഹം അമ്പലത്തിൽ പോയി ഒരു താലി കെട്ടി വീട്ടിലോട്ട് കൊണ്ടുവന്നൂടെ എന്നൊക്കെ സുനന്ദ നിധിയോട് ചോദിക്കുന്നുണ്ട്. നിധി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ നീതുവിനും ആഗ്രഹമുണ്ട്. പക്ഷേ ഹരീഷ് ഇപ്പോൾ പറയുന്നത് സുഭാഷ് ഏട്ടൻ്റെ വിവാഹത്തിന് ശേഷം മാത്രമേ താനൊരു വിവാഹം കഴിക്കൂ എന്നാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് നീതു. സുഭാഷ് ഏട്ടൻ്റെ വിവാഹം 1-2 തവണ ഇപ്പോൾ മുടങ്ങിപ്പോയില്ലേ. അതുകൊണ്ട് തന്നെ സുഭാഷ് ഏട്ടന് വല്ലാത്ത സങ്കടമാണ്. ആ ഒരു സങ്കടത്തിന്മേൽ ഒരിക്കലും ഹരീഷ് സ്വന്തം കാര്യം നോക്കി വിവാഹം കഴിക്കാനൊന്നും അവൻ തയ്യാറാകുന്നില്ല. ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ നീതു നിൽക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. സുഭാഷിനെ കുറിച്ച് ഉള്ള ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സുനന്ദക്ക് വല്ലാതെ വിഷമമാകുന്നുണ്ട്. കാരണം സുഭാഷിൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ താനും ഒരു കാരണക്കാരിയാണല്ലോ എന്നുള്ള വല്ലാത്ത വിഷമം സുനന്ദയുടെ മനസ്സിലുണ്ടായിരുന്നു. സുനന്ദ പക്ഷേ അത് പുറത്തു കാണിക്കാൻ നിന്നില്ല. കാരണം തൻ്റെ ഉള്ളിൽ ഇപ്പോഴും സുഭാഷ് ഏട്ടനോടുള്ള സ്നേഹം എവിടെയൊക്കെ കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം നിധിയോട് പറയാൻ സുനന്ദ നിന്നില്ല. അതിനു പകരം തൻ്റെ എല്ലാ വിഷമവും ഉള്ളിലടക്കി പിടിച്ചുകൊണ്ട് സുനന്ദ നിധിയോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടന് നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടുമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിക്കാൻ ഇത്ര വൈകുന്നതെന്നായിരുന്നു സുനന്ദ നിധിയോട് ചോദിച്ചത്. സുഭാഷ് ഏട്ടന് നല്ല പെൺകുട്ടിയെ തന്നെ കിട്ടും. സുഭാഷ് ഏട്ടന് വരാൻ പോകുന്ന പെൺകുട്ടി ഏറ്റവും നല്ല ഭാഗ്യവതി തന്നെയായിരിക്കും. കാരണം അത്രയ്ക്കും നല്ല മനസ്സുള്ള ആളാണല്ലോ സുഭാഷ് ഏട്ടൻ. പക്ഷേ സുഭാഷ് ഏട്ടൻ്റെ ജാതകപ്രകാരം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് അന്ന് നോക്കിയപ്പോൾ പറഞ്ഞത്. പിന്നെയും 1-2 ആലോചനയൊക്കെ മുടങ്ങിപ്പോയല്ലോ. പക്ഷേ ഇപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ട്. അത് കേൾക്കുമ്പോൾ സുനന്ദയ്ക്ക് വല്ലാത്തൊരാകാംക്ഷയാവുകയാണ്. അതാരാണ് ആ സ്ത്രീ എന്നറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ സുനന്ദ നിധിയോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതാരാ? അത് സുഭാഷ് ഏട്ടൻ്റെ ഒപ്പം ജോലിക്ക് പോകുന്ന ഒരു ബംഗാളി ചേട്ടൻ്റെ അനിയത്തിയാണ്. ചാന്ദിനി എന്നാണ് ആ കുട്ടിയുടെ പേര്. നല്ല പാവം കുട്ടിയാണ്. അത് സുനന്ദക്ക് അറിയാമല്ലോ, കണ്ടിട്ടുണ്ടാകുമല്ലോ. ഓ, ആ കുട്ടിയാണോ? ശരിയാ, അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് ആ കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടതാണല്ലോ. പക്ഷേ സുഭാഷ് ഏട്ടൻ്റെ മനസ്സിൽ ആ കുട്ടിയോട് സ്നേഹമുണ്ടെന്നൊന്നും അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. പക്ഷേ ആ കുട്ടിക്ക് എന്തോ ഒരു സ്നേഹം സുഭാഷ് ഏട്ടനോടുണ്ടെന്ന് എനിക്ക് അന്നേടൊരു ഡൗട്ട് തോന്നിയിരുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ എന്നായിരുന്നു സുനന്ദയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. പക്ഷേ അത് നമ്മ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. സുഭാഷ് ഏട്ടൻ്റെ ഉള്ളിൽ ആ സ്നേഹമുണ്ടെങ്കിലും നമ്മളോട് ഇതുവരെയും സുഭാഷ് ഏട്ടൻ ഒന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല. അതാ ഒരു ചെറിയൊരു പ്രശ്നം. അങ്ങനെയാണെങ്കിൽ തന്നെ ഉടനെ തന്നെ 2 പേരുടെയും വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അത് സുഭാഷ് ഏട്ടൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു മറുപടി വന്നാലല്ലേ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നായിരുന്നു നിധിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. അങ്ങനെയാണെങ്കിൽ തന്നെ ചാന്ദിനിയുടെ വീട്ടുകാരുമായി ഒന്ന് സംസാരിക്കായിരുന്നില്ലേ? അപ്പോൾ നമുക്കതിൻ്റേതായ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. സുഭാഷ് ഏട്ടനെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഹരീഷിൻ്റെ കാര്യത്തിൽ ആ ഒരു വിഷമം ഉണ്ടാകില്ലല്ലോ എന്നായിരുന്നു സുനന്ദ നിധിയോട് ചോദിച്ചത്. സുഭാഷ് ഏട്ടൻ്റെ വിവാഹം കാണാനും നന്നായി സുഭാഷ് ഏട്ടൻ ഭാര്യയുമായി ജീവിക്കുന്നത് കാണാനൊക്കെ ഏറ്റവും കൊതിക്കുന്ന ആളാണ് ഞാൻ. അത് എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല നിധി. കാരണം ഞാൻ സുഭാഷ് ഏട്ടനെ സ്നേഹിച്ച കാലത്ത് സുഭാഷ് ഏട്ടൻ്റെ ഭാര്യയായി ജീവിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ ഭാര്യയാവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേരിൽ സുഭാഷ് ഏട്ടൻ ഒരുപാട് വിഷമിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഭാഷ് ഏട്ടൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. നീതുവിനെ രക്ഷിക്കാൻ ഹരീഷിന് കഴിയുമോ എന്നും ഹരീഷും നീതുവും തമ്മിലുള്ള വിവാഹത്തിന് എല്ലാവരും തയ്യാറാകുമോ എന്നും
സുഭാഷ് ഏട്ടൻ്റെയും ചാന്ദിനിയുടെയും വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എന്തായിത്തീരുമെന്നൊക്കെ വഴിയേ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.